SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അതുപോലെ മാധ്യമപ്രവർത്തകരും തമ്മിൽ നിലനിൽക്കുന്ന രൂക്ഷമായ തർക്കം കേരളീയ സമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒരു സാമുദായിക നേതാവ് എന്ന നിലയിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയിൽ നിന്നും മാധ്യമപ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്ന ഇത്തരം അസഹിഷ്ണുതയും അധിക്ഷേപങ്ങളും ജനാധിപത്യ മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നത് കൂടിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന സംഭവ വികാസങ്ങളെല്ലാം സൂക്ഷ്മമായി തന്നെ പരിശോധിക്കുമ്പോൾ ഭരണകൂടത്തുള്ള തൻ്റെ വിധേയത്വവും അതേസമയം തന്നെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നടപ്പിലാകാത്തതിലെ അമർഷവും ഒരു മാധ്യമപ്രവർത്തകന് നേരെ തീവ്രവാദ ആരോപണം വരെ ഉന്നയിക്കുന്നതിലേക്ക് വെള്ളാപ്പള്ളിയെ എത്തിച്ചിരിക്കുന്നെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും, വ്യക്തമാവുകയും ചെയ്യും. വിവാദങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വർക്കലയിൽ നടന്ന ചടങ്ങുകളായിരുന്നു. മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ SNDPക്ക് അനുമതി ലഭിക്കുന്നില്ല എന്ന തൻ്റെ പഴയ പരാതി വെള്ളാപ്പള്ളി അവിടെയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. സ്ഥലം ലഭിക്കാത്തതാണോ തടസ്സമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സ്ഥലമുണ്ടെന്നും എന്നാൽ അനുമതി നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്നത്. ഈ ഘട്ടത്തിലാണ് റിപ്പോർട്ടർ TVയുടെ മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദ് പ്രസക്തമായ ചോദ്യം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇത്രയേറെ അടുത്ത ബന്ധം പുലർത്തുന്ന താങ്കൾക്ക് എന്തുകൊണ്ടാണ് സ്വന്തം സമുദായത്തിന് വേണ്ടി ഈ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്തത് എന്നുമായിരുന്നു ആ ചോദ്യം. അധികാര കേന്ദ്രത്തോട് അടുത്ത് നിൽക്കുമ്പോഴും തൻ്റെ സമുദായത്തിന് നീതി ലഭിക്കുന്നില്ലെന്ന വൈരുദ്ധ്യത്തെ തുറന്നു കാണിക്കുന്നതായിരുന്നു ആ ചോദ്യം. എന്നാൽ വസ്തുനിഷ്ഠമായ മറുപടി നൽകുന്നതിന് പകരം അങ്ങേയറ്റം പ്രകോപിതനായാണ് വെള്ളാപ്പള്ളി അന്ന് പെരുമാറിയത്. റിപ്പോർട്ടർ TVയുടെ ക്യാമറ കുറേ നാളായി തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നെന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകന്റെ മൈക്ക് തട്ടിമാറ്റുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. എനിക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് അപേക്ഷ കൊടുത്തിട്ട് ഞാൻ പറയും ഇവിടെ ഇരുന്നുണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള അല്ലെന്ന് ആദ്യത്തോടെ പറയുന്നുണ്ട്. ശിവഗിരിയാണ്. എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ശിവഗിരി ഇരുന്ന് മതവിദ്വേഷം പറഞ്ഞു ഒന്ന് വരയ്ക്കാനുള്ളതാണ് അവരുടെ ഉദ്ദേശം. അത് എത്രയോ നാളായിട്ട് തുടങ്ങി. വർക്കലയിലെ ഈ അപ്രതീക്ഷിത പെരുമാറ്റം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായതോടെയാണ് അത് വിശദീകരിക്കാൻ കണിച്ചുംകുളങ്ങരയിലെ തന്റെ വസതിയിൽ വെള്ളാപ്പള്ളി നടേശൻ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. എന്നാൽ അത് കൂനിന്മേൽ കുരു പോലെ ആവുകയും ചെയ്തു. അവിടെ എന്താണോ വിശദീകരിക്കാൻ ശ്രമിച്ചത് അത് നടന്നില്ല എന്ന് മാത്രമല്ല വലിയ തരത്തിൽ വിവാദമാവുകയും ചെയ്യുകയും ചെയ്തു. എന്നാൽ അവിടെ കണ്ടതാകട്ടെ വർക്കലയിലെ പ്രകോപനത്തെക്കാൾ ഗുരുതരമായ ആക്ഷേപങ്ങളായിരുന്നു. തന്നോട് ചോദ്യം ചോദിച്ച റഹീസ് റഷീദിനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത വെള്ളാപ്പള്ളി അയാളെ ഒരു തീവ്രവാദി എന്ന് പരസ്യമായി വിളിക്കുകയും റഹീസ് ഈരാറ്റുപേട്ടക്കാരനാണെന്നും അതായത് ഈരാറ്റുപേട്ട സ്വദേശിയാണെന്നും മുമ്പ് MSF നേതാവായിരുന്നു എന്നുമുള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് വെള്ളാപ്പള്ളി ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തകൻ തൻ്റെ ജോലി നിർവഹിക്കുന്നതിനിടയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന കാരണത്താൽ അയാളുടെ മതവും രാഷ്ട്രീയവും പശ്ചാത്തലവും നോക്കി തീവ്രവാദ പട്ടം ചാർത്തുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. റഹീസിനെ തനിക്ക് മുമ്പേ അറിയാമെന്നും അയാൾ മുസ്ലിങ്ങളുടെ വലിയ വക്താവാണെന്നും വെള്ളാപ്പള്ളി പരിഹസിക്കുകയും ചെയ്യുന്നു. തന്നെ അപമാനിക്കാൻ ആരോ മനഃപൂർവ്വം പറഞ്ഞയച്ച ആളാണ് റഹീസ് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാദം. ആ വാദങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്നങ്ങ് പറഞ്ഞു. എന്ത് അടിസ്ഥാനത്തിലാണ് അത് തീവ്രവാദ പ്രവർത്തനം കൊണ്ട് അറിയാവുന്നുണ്ട്. സ്വാഭാവികമായും അതിനൊരു വ്യക്തത വേണമല്ലോ. അത് വ്യക്തമാക്കേണ്ട സമയത്ത് ഞാൻ വ്യക്തമായിക്കൊള്ളാം. പ്രവൃത്തി കൊണ്ടാണ് അറിയുന്നത്. തീവ്രവാദി എന്ന് പറഞ്ഞാൽ മതതീവ്രവാദി എന്നുള്ളതല്ല, അയാൾ ആരായിരുന്നു എന്നും അയാൾ MSFന്റെ പ്രവർത്തനമായിരുന്നു. തന്റെ പ്രായത്തെയും അനുഭവ സമ്പത്തിനെയും ആയുധമാക്കി മാധ്യമപ്രവർത്തകരെ നിശബ്ദരാക്കാനാണ് അദ്ദേഹം ഇവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. താൻ അപ്പൂപ്പനാകാനുള്ള പ്രായമില്ല എന്നും പ്രായമുള്ള ആളോട് കാണിക്കേണ്ട മര്യാദ മാധ്യമപ്രവർത്തകൻ കാണിച്ചില്ല എന്നും അദ്ദേഹം പരാതിപ്പെടുകയും ചെയ്തു. എന്നാൽ മാധ്യമപ്രവർത്തകരോടുള്ള തൻ്റെ പെരുമാറ്റത്തിൽ മിനിമം മാന്യത പോലും അദ്ദേഹം കാട്ടിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ കൂടിയാണ്. വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ആവർത്തിച്ച മറ്റു മാധ്യമപ്രവർത്തകരോടും വെള്ളാപ്പള്ളി അത്യന്തം ധിക്കാരപരമായാണ് സംസാരിച്ചുകൊണ്ടേയിരുന്നത്. റഹീസ് ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നും അത് തൻ്റെ അനുഭവത്തിൽ നിന്നും പറയുന്നതാണെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഉറച്ച മറുപടി. കൂടുതൽ കസരണ്ടെന്നും കളിക്കണ്ടെന്നും മാധ്യമപ്രവർത്തകരെ അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. റിപ്പോർട്ടർ TVയുടെ മയക്ക് ചൂണ്ടിക്കാട്ടി ഇത് തനിക്ക് വലിച്ചെറിയാൻ അറിയാമെന്നും മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും അദ്ദേഹം ആക്രോശിച്ചുകൊണ്ടേയിരുന്നു. അതുകൂടി നമുക്കൊന്ന് കണ്ടുവരാം. തന്നോട് ചോദിച്ചില്ലടോ. മാധ്യമപ്രവർത്തകൻ തങ്ങളുടെ ജോലി ചെയ്യുന്നതിനെ കസർന്നതായി കാണുന്ന വെള്ളാപ്പള്ളിയുടെ മനോഭാവം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി കൂടിയാണ്. ഇവന്മാരൊക്കെ വിചാരിച്ചാൽ ഒരു ചുക്കം സംഭവിക്കാനില്ലെന്ന പുച്ഛവും അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടർ TV രാഷ്ട്രീയക്കാരുമായും ചാനലുമായും ഏറ്റുമുട്ടുകയാണെന്നും
താൻ പറയുന്ന സത്യങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് സ്കൂളും കോളേജും തുടങ്ങാൻ അനുവദിക്കാത്തതിനെക്കുറിച്ച് താൻ പറയുന്നത് സത്യമാണെന്നും അതിലെന്തിനാണ് മറ്റുള്ളവർ വിഷമിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗിനെതിരെയും അദ്ദേഹം കടുത്ത ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തു. മലപ്പുറത്ത് ലീഗിന് നിരവധി കോളേജുകൾ ഉണ്ടെന്നും സാമൂഹ്യനീതി നടപ്പിലാക്കുന്നില്ലെന്നും അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച വെള്ളാപ്പള്ളിയുടെ നടപടി ഇപ്പോൾ നിയമ പോരാട്ടത്തിൽ കൂടി കടന്നിരിക്കുകയാണ്. വെള്ളാപ്പള്ളിക്കെതിരെ DGPക്ക് പരാതി നൽകിക്കൊണ്ട് യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് S സുനന്ദാണ് വെള്ളാപ്പള്ളിക്കെതിരെ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. പേര് നോക്കി മാത്രം മതം കണ്ടെത്തി മതന്യൂനപക്ഷങ്ങളെ തീവ്രവാദികളെ ചിത്രീകരിച്ച് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ വെള്ളാപ്പള്ളി ബോധപൂർവ്വം ശ്രമിക്കുന്നുവെന്ന പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ ഭിന്നിപ്പും സാമുദായിക സ്പർദ്ധയും ഉണ്ടാകുന്ന ഇത്തരം പ്രസ്താവനകൾക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇമെയിൽ വഴിയാണ് ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ മാധ്യമപ്രവർത്തനെതിരെ തീവ്രവാദ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെതിരെ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വർഗീയവാദിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് അവാർഡും പാരിതോഷികവും നൽകുമെന്നാണ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചതും വലിയ ചർച്ചയായിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശങ്ങൾക്കെതിരെ കേരള പത്രപ്രവർത്തക യൂണിയനും നേരത്തെ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. ഒരു മാധ്യമപ്രവർത്തകനെ അയാളുടെ മതം നോക്കി തീവ്രവാദി എന്ന് വിളിക്കുന്നത് കേവലം ഒരു വ്യക്തിഹത്യ മാത്രമല്ല, മറിച്ച് സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് കൂടി അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് യൂണിയന്റെയും തീരുമാനം. അതേസമയം തന്നെ വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും തള്ളിക്കളയാൻ തയ്യാറാകാത്ത CPM-ഉം സർക്കാരും നിലപാടും വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ മൃദുവായി കൈകാര്യം ചെയ്യുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണെന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സർക്കാരിന്റെ ഈ നിലപാട് വലിയ അതൃപ്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് വർഗീയതക്കെതിരെ സംസാരിക്കുകയും മറുവശത്ത് ഇത്തരം വിവാദ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സാമുദായിക നേതാക്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പൊതുജനങ്ങളും ഒരുപോലെ വിലയിരുത്തുന്നുമുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ദർശനത്തെ മുറുകെ പിടിക്കേണ്ട ഒരു സംഘടനയുടെ അമരത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ നടത്തുന്ന ഈ വിദ്വേഷ പ്രചരണങ്ങൾ ഗുരുദർശനങ്ങൾക്ക് തന്നെ അപമാനം കൂടിയാണ്. സാമൂഹ്യ രീതിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള തൻ്റെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ ഉന്നയിക്കാൻ അദ്ദേഹത്തിന് എല്ലാ അവകാശമുണ്ട്. എന്നാൽ അതിനെ മറ്റൊരു സമുദായത്തിനെതിരെ തിരിച്ചുവിടുന്നതും മാധ്യമപ്രവർത്തകരെ വർഗീയവാദിയായി അധിക്ഷേപിക്കുന്നതും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒന്നുമല്ല. അത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടുള്ള ഈ അസഹിഷ്ണുത വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ നിലപാടുകളുടെ പാളിച്ച കൂടിയാണ് സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടർ TVക്ക് പിന്നിൽ മറ്റാരോ പ്രവർത്തിക്കുന്നെന്ന ആരോപണം വഴി സ്വന്തം പരാജയങ്ങളെ മറച്ചു പിടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കാൻ തീവ്രവാദി എന്ന ലേബൽ ഉപയോഗിക്കുന്നത് ഫാസിസ്റ്റ് രീതി കൂടിയാണ്. കേരളത്തിന്റെ മതേതര മണ്ണിൽ ഇത്തരം വിഭജനങ്ങൾ തന്ത്രങ്ങളെല്ലാം അതായത് വിഭജന തന്ത്രങ്ങളെല്ലാം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടത് കൂടിയാണ്. മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നതും മൈക്ക് തട്ടിമാറ്റുന്നതും വാർത്താ സമ്മേളനത്തിൽ ആക്രോശിക്കുന്നതും ഒരു നേതാവിൻ്റെയും കരുത്തല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ദൗർബല്യമാണ് വെളിപ്പെടുത്തുന്നത്. ഈ വിഷയം നിയമപരമായും രാഷ്ട്രീയപരമായും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകുമെന്നും വെള്ളാപ്പള്ളി തൻ്റെ വിവാദ പരാമർശങ്ങളിൽ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിലും ഉറപ്പ് തന്നെയാണ്. ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. അതിനെ ശാരീരികമായോ വാക്കാലോ അധിക്ഷേപങ്ങൾ കൊണ്ടോ നേരിടാൻ ശ്രമിക്കുന്നത് വിനാശകരമാണെന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ താങ്ങി നിൽക്കുന്ന CPM ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള വർഗീയവാദികളുടെ കൂട്ടുപിടിക്കുന്നത് CPM-ന് എന്നും എപ്പോഴും അത് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുകൂടി CPM മനസ്സിലാക്കണം. പിണറായി വിജയനും MV ഗോവിന്ദനും മനസ്സിലാക്കേണ്ടത് കൂടിയാണ്.